തൃത്താലയിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഹിന്ദുവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെന്ന് തൃത്താല മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ഇഫ്താർ ക്യാമ്പിലും ഹജ്ജ് ക്യാമ്പിലും പോകാൻ മത്സരിക്കുന്ന ഇരുവരും തിരുനാവായിൽ നടന്ന കുംഭമേളയെ അവഗണിച്ചത് ആരെ പേടിച്ചെന്നും അദ്ദേഹം ചോദിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പൊതുജനങ്ങൾക്കായി തൃത്താലയിലെ 8 പഞ്ചായത്തുകളിലും എംഎൽഎ ഓഫീസിന് സമാനമായ ഓഫീസുകൾ സ്ഥാപിക്കുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. യുവാക്കൾക്കായി 6 മാസത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വികസന വാഗ്ദാനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മാത്രമല്ല, തൃത്താലയിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളും ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചോളം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായ സമയത്ത് യുവതികളെ സ്ത്രീ പ്രവേശനത്തിന് വിഷയം ഉണ്ടായപ്പോൾ 2 കൂട്ടരും അതിന് അനുകൂലമായ നിലപാടെടുത്തവരാണ്. ശബരിമലയുടെ ആചാരങ്ങളെ സംരക്ഷിക്കാനോ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനോ അവരൊരിക്കലും തയ്യാറായിട്ടില്ല. ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരാണ് 2 പേരും. അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ CPM-ന്റെ സ്ഥാനാർത്ഥിയും ആ രീതിയിൽ തന്നെയാണ്. ബീഫ് ഫെസ്റ്റ് നടത്തിയ ആൾക്കാരാണ്, അയ്യപ്പനെ അപമാനിച്ച ആൾക്കാരാണ്, ആ പ്രസ്ഥാനത്തോട് കൂട്ടുനിൽക്കുന്ന ആൾക്കാരാണ് 2 പേരും. അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ തുറന്നു കാട്ടും. UDF-ന്റെ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തിരിഞ്ഞു നോക്കാത്തത്? SDP-യുടെ ഇഫ്താർ ക്യാമ്പിലേക്ക് പോകാൻ മത്സരിക്കുന്ന ഇവര്, ഹജ്ജ് ക്യാമ്പിലേക്ക് പോകാൻ മത്സരിക്കുന്ന ആൾക്കാർ, സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ മത്സരിക്കുന്ന ആൾക്കാർ, എന്തുകൊണ്ടാണ് അവര് തിരുനാവായിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകാതിരുന്നത്? ആരെയാണ് അവർ ഭയക്കുന്നത്? അതോ ഹൈന്ദവ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നാണ് അവരുന്ന് ഹിന്ദുവിരുദ്ധ നിലപാടുകൾ? അവർ ശബരിമലയുടെ വിഷയത്തിൽ ഹിന്ദുവിരുദ്ധ നിലപാടെടുക്കുന്നു, കുംഭമേളയുടെ വിഷയത്തിൽ ഹിന്ദുവിരുദ്ധ നിലപാടെടുക്കുന്നു, സാംസ്കാരിക കേന്ദ്രങ്ങൾ അക്കിത്തത്തിന്റെ സ്മാരകം പണിയുന്ന വിഷയത്തിൽ അത് സാംസ്കാരിക വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ട് എന്നതാണ്. മാത്രമല്ല, ഇവിടുത്തെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇവർ വലിയ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നാണ് പറയുന്നത്.